إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയിൽ അനിശ്ചിതമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടു കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് റബ്ബിനെ സൂക്ഷിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്ത് മരണാനന്തര ജീവിതത്തിൽ നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നാം ഓരോരുത്തരും ഈ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനൊക്കെ ഉള്ള പ്രതിഫലം പൂർണ്ണമായ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ലോകമാണ് പരലോകമെന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. മരണത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം എല്ലാം ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായ അർത്ഥത്തിൽ പരിപൂർണമായി നൽകപ്പെടുക നാളെ ഖിയാമത്ത് നാളിൽ
മാത്രമാണ് എന്നതാണ്. മാത്രമല്ല, ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ആ പ്രവർത്തനങ്ങളെല്ലാം നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും അത് കാണിച്ചു കൊടുക്കുമെന്നതാണ്. അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ. അപ്പോൾ ആര് ഒരു അണുമണി തൂക്കം നന്മ ചെയ്തുവോ ആ നന്മ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കാണിച്ചു കൊടുക്കും. അതൊരു കടുകുമണി പോലെ, അല്ലെങ്കിൽ അതിലും ചെറുതായി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഒരു പ്രവർത്തനമാണെങ്കിലും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല കാണിച്ചു നൽകുമെന്നാണ്. മാത്രമല്ല സഹോദരങ്ങളെ, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, അൽ യൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ യുദ്ലമൽ യൗമ ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ശുദ്ധ ഖുർആൻ 40-ാം അധ്യായം സൂറത്ത് ഗാഫിർ. സൂറത്ത് ഗാഫിറിലെ 17-ാമത്തെ വചനം, ഈ ദിവസം ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചിട്ടുള്ളതിന്റെ പ്രതിഫലം നൽകപ്പെടും. അന്ന് ഒരാളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുദ്ലമൽ യൗമ, ഒരാളോടും തന്നെ അല്ലാഹു ഒരു തരിമ്പ് പോലും അനീതി കാണിക്കുകയില്ല എന്നാണ്. മാത്രമല്ല, ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യരിലെ ഭൂരിഭാഗം പേരും ചെറുതും വലുതുമായ ധാരാളം നന്മകളും തിന്മകളും ചെയ്യുന്നവരാണ്. ആ നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും അതിനെല്ലാമുള്ള പ്രതിഫലം പരലോകത്ത് മാത്രമാണ് ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളും അതുപോലെ ധാരാളം നന്മകൾ ചെയ്യുന്നവരാണ്. ധാരാളം സൽക്കർമ്മങ്ങൾ, അല്ലാഹുവിന്റെ പ്രീതിയും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നാളെ പരലോകത്ത് അതിനുള്ള പ്രതിഫലം പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കുമോ എന്നൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. കാരണം മനുഷ്യരുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക്, ഏതൊരു കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മങ്ങൾക്ക് വിശ്വാസത്തിന്റെ അടിത്തറ ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ്. വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വാസത്തിൽ അനിശ്ചിതമായിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ഈ ഒരു തരിമ്പ് പോലും ശിർക്ക് കടന്നു വരാൻ പാടില്ല. ബഹുദൈവ വിശ്വാസം കടന്നു വരാൻ പാടില്ല. അള്ളാഹുവിനെ നിഷേധിക്കുന്ന, പ്രമാണങ്ങളെ നിഷേധിക്കുന്ന ആ ഒരു കുഫ്ർ ഉണ്ടായിക്കൂടാ. അത് കടന്നു വന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ എത്ര തന്നെ വലിയ നന്മ ചെയ്താലും നമ്മുടെ വിശ്വാസത്തിൽ ഒരു പുഴുക്കുത്തുണ്ടെങ്കിൽ സഹോദരങ്ങൾ അത് സ്വീകരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പരലോകത്ത് ഒരു കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത നന്മകൾക്ക് അതിനുള്ള പ്രതിഫലം നാളെ ലഭിക്കണമെങ്കിൽ ഈമാൻ നിർബന്ധമാണ്. ഈമാനില്ലാത്തവരുടെ പ്രവർത്തനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതാണ് കർമ്മം ചെയ്ത വ്യക്തി അള്ളാഹുവിലും അന്ത്യദിനത്തിലും അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും വിശ്വാസമുള്ളവനായിരിക്കണം. എങ്കിലേ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഏതെങ്കിലും നിനക്ക് ഒരു ചെറിയൊരു അവിശ്വാസമുണ്ട് എങ്കിൽ നമ്മളെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. അപ്പൊ ഇസ്ലാമിൽ പ്രവേശിച്ച ഒരാളുടെ കർമ്മങ്ങൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അതിന് മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പാരത്രിക ലോകത്ത് പ്രതിഫലം നൽകുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് വിശ്വാസം, ഈമാൻ പരിപൂർണമായിരിക്കണം. ഇനി സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങളെ അല്ലാഹുവിങ്കൽ സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഏതൊരു കർമ്മവും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിനും
നിബന്ധനകളുണ്ട് എന്നതാണ്. ആ നിബന്ധനകൾ കൂടെ പരിപൂർണമായിരിക്കണം. ഒന്നാമത്തെ നിബന്ധന ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ആത്മാർത്ഥതയുണ്ടായിരിക്കണം. എനിക്ക് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കിട്ടണമെന്ന അതിയായ ആഗ്രഹം, അതിയായ ആത്മാർത്ഥത മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല. അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പാരത്രിക ലോകത്ത് ഇതിനുള്ള പൂർണ്ണമായ പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന ആ ഒരു ഇഖ്ലാസോട് കൂടി ആയിരിക്കണം. ആരാധനകളെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക എന്നതാണ് ഇഖ്ലാസ്. വേറെ ഒരാളിൽ നിന്ന് പ്രതിഫലം ഉണ്ടാകരുത്, ഒരാൾ കാണാൻ വേണ്ടി ചെയ്യരുത്. അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, ആ അള്ളാഹുവിന്റെ പൊരുത്തവും ആ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രീതിയും മാത്രമായിരിക്കണം നമ്മുടെ ഉദ്ദേശം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. അള്ളാഹു പറയുകയാണ്, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നല്ല മനസ്സോടുകൂടി ആ നമസ്കരിക്കുന്ന ആളുകൾ, ശുദ്ധമായ മനസ്സോടുകൂടി നിലനിൽക്കുന്ന ആളുകൾ, അങ്ങനെ ആരാധിക്കുന്ന ആളുകൾ, അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ശുദ്ധമായ മനസ്സുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ, അതുപോലെ സകാത്ത് നൽകുന്ന ആളുകൾ, അവരത് മാത്രം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് പ്രതിഫലമുള്ളത്. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് യാതൊരു നിലക്കുമുള്ള വക്രതയും അവരുടെ കർമ്മത്തിലില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്കായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ മറ്റ് അമലുകൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഇഖ്ലാസ് ഇല്ലെങ്കിൽ റബ്ബ് സ്വീകരിക്കുകയില്ല, അതിന് പ്രതിഫലം കിട്ടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബി ഉമാമത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലയഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഇയ ബിഹി വജ്ഹു. ഇമാം നസായി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്ത ഹദീസിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് നിയ്യത്ത്, ഇഖ്ലാസ് നിർബന്ധമാണ്. മാത്രമല്ല നമ്മുടെ നിയ്യത്ത് എങ്ങനെയാണോ, എത്രത്തോളം നമ്മുടെ നിയ്യത്ത് ശരിയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലത്തിന്, നമ്മുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ലഭിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ നിയ്യത്തും ഇഖ്ലാസും നിർബന്ധമാണ്. രണ്ടാമതായി സഹോദരങ്ങളെ, നമ്മുടെ കർമ്മം സ്വീകരിക്കണമെങ്കിൽ വിശ്വാസമുണ്ടായി, അള്ളാഹുവിന്റെ വിശ്വാസം പരിപൂർണമാണ്, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ടാമത്തെ നിബന്ധന അത് ഇത്തിബാ ഉണ്ടായിരിക്കണം. തോന്നിയ പോലെ തോന്നിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅ അനുസരിച്ച് കൊണ്ടായിരിക്കണം. നല്ലതല്ലേ, പുണ്യം കിട്ടുന്നതല്ലേ, കൂലിയുള്ളതല്ലേ, സ്വലാത്തല്ലേ, നമസ്കാരമല്ലേ, ഖുർആൻ പാരായണമല്ലേ, ദിക്റല്ലേ എന്ന് പറഞ്ഞ് തോന്നിയ സ്ഥലത്ത് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്നതല്ല സൽക്കർമ്മങ്ങൾ. അതിനെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ നിർബന്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. അല്ലാത്തൊരു പ്രവർത്തനം നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്താൽ അത് സ്വീകരിക്കുകയില്ല. ഉദാഹരണത്തിന് നിസ്കാരം നല്ലതാണ്, സുബഹി നമസ്കാരം നല്ലതാണ്, പ്രവാചകന്റെ ഇത്തിബാ ഉള്ളതാണ്. എന്നാൽ ഒരാൾ നാളെ മുതൽ സുബഹി നമസ്കാരം നല്ലതല്ലേ, റുക്കൂ അല്ലേ, സുജൂദല്ലേ, ഫാത്തിഹ ഓതണല്ലേ, ഖിറാഅത്തല്ലേ, സൂറത്തുകളല്ലേ, ദിക്റുകളല്ലേ അതിലുള്ളത് എന്ന് വിചാരിച്ച് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ്, ഒരു റക്അത്ത് എക്സ്ട്രാ കൂട്ടിയാൽ, രണ്ടുള്ളത് മൂന്നാക്കി നമസ്കരിച്ചാൽ അത് സ്വീകരിക്കൂല. അതിലുള്ളതൊക്കെ ദിക്റും സ്വലാത്തും അതിലുള്ളതൊക്കെ ഖുർആൻ പാരായണം ഒക്കെയാണ്, ഒക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഇത്തിബാ പ്രവാചകൻ കാണിച്ചു തന്ന പോലെ ആയിരിക്കണം. അതിനപ്പുറത്തേക്ക് അതിൽ കടന്നാൽ അത് സ്വീകരിക്കുകയില്ല.
അപ്പോൾ ഇത്തിബാ നിർബന്ധമാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും നമ്മുടെ കൽപ്പനയിൽ ഇല്ലാത്തൊരു കാര്യം പ്രവർത്തിക്കുകയാണ് എങ്കിൽ, നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് സ്വീകരിക്കേണ്ടതില്ല, അത് ഒഴിവാക്കേണ്ടതാണ് എന്നാണ്. അപ്പൊ നല്ലതല്ലേ എന്നതല്ല മാനദണ്ഡം പ്രവാചകൻ പഠിപ്പിച്ചതായിരിക്കണം എന്നതാണ്. ആ ഒരു നിബന്ധന ഉണ്ടെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് യാതൊരു നിലക്കും കൂലി ലഭിക്കുകയില്ല എന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച്, അതാ നേരത്തെ പറഞ്ഞ ഇഖ്ലാസ്, ആത്മാർത്ഥത, അത് കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് കൂലി ലഭിക്കുകയുള്ളൂ, അല്ലാത്തതിന് കൂലി ലഭിക്കുകയില്ല എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയില്ലാതെ ഏതൊരു പ്രവർത്തനവും ചെയ്താലും അതും തള്ളപ്പെടേണ്ടതാണ്. അതിനും നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂലി നൽകുകയില്ല എന്നാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ ദീർഘകാലം അമലുകൾ സ്വീകരിക്കണമെങ്കിൽ, ദീർഘകാലം നന്മകൾ ചെയ്തു, ഇന്ന റജുല ലയഅമലു സമന തവീല ബിഅമലി അഹ്ലിൽ ജന്ന, ഒരാള് ദീർഘകാലം സ്വർഗത്തിന്റെ അവകാശികളുടെ പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വർഗത്തിന്റെ അവകാശികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പുണ്യപ്രവർത്തനങ്ങൾ, എല്ലാ നിലക്കും വിശ്വാസവും ഒക്കെ ഉണ്ടതിൽ, ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സുമ്മ, ശേഷം യുഖ്തമു ലഹു അമലുഹു ബിഅമലി അഹ്ലിൻ നാർ, എന്നിട്ട് അയാൾ തന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക നരകാവകാശികളുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും. വീണ്ടും പറയാണ്, വഇന്ന റജുല ലയഅമലു സമന തവീല ബിഅമലി അഹ്ലിൻ നാർ, ഇതുപോലെ തന്നെ ഒരാൾ നരകത്തിന്റെ അവകാശികൾ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ മുഴുകിക്കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത്. എന്നിട്ടോ സുമ്മ യുഖ്തമു ലഹു അമലുഹു ബിഅമലി അഹ്ലിൽ ജന്ന, അയാൾ അവസാനിപ്പിക്കുമ്പോൾ സ്വർഗത്തിന്റെ പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കും അയാളുടെ കർമ്മങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു, വിശ്വാസം ശരിയാണ്, ഇത്തിബാ ഉണ്ട്, ഇഖ്ലാസ് ഉണ്ട്, നല്ല പ്രവർത്തനങ്ങൾ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇങ്ങനെ എണ്ണി കണക്കാക്കാനാവാത്ത വിധം എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തൊരു വ്യക്തി അവസാനം അയാൾ മരിക്കുന്ന നേരമാകുമ്പോൾ ഇതെല്ലാം പൊളിക്കുന്ന, ബാത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നരകാവകാശിയായി മരിക്കപ്പെടുന്നു എന്നാണ്. അതുപോലെ തന്നെ തിരിച്ചും തിന്മകളൊക്കെ ചെയ്ത് മനുഷ്യൻ മരിക്കാൻ നേരത്ത് നന്മ ചെയ്ത് സ്വർഗാവകാശിയായി മരിക്കുന്നു. എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്നലെ വരെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യർ, തൗഹീദിന് വേണ്ടി സംസാരിച്ച ആളുകൾ, തൗഹീദിന് വേണ്ടി ഘോരഘോരമായി ശബ്ദിച്ച മനുഷ്യർ, സുന്നത്തിന് വേണ്ടി ശബ്ദിച്ച ആളുകൾ, ഇന്ന് അത്തരം ആളുകൾ തൗഹീദിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും സുന്നത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, തൗഹീദ് സ്വീകരിച്ച ആളുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, അതുപോലെ പരിഹാസവാക്കുകളും കുത്തുവാക്കുകളും പറഞ്ഞ് ആളുകൾ കളിയാക്കുന്ന ആളുകൾ, തിന്മകൾ ചെയ്ത് നരകത്തിൽ പോകുന്ന ആളുകൾ, എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, അമലുകൾ എന്നത്, അമലുകൾ പ്രവർത്തിക്കുക എന്നതിലല്ല കാര്യം. അമലുകൾ കുറേ ഉണ്ട്, കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതിലല്ല കാര്യം. ആ അമലുകൾ അവയെ നശിപ്പിക്കുന്ന, അതിനെ നിഷ്ഫലമാക്കി കളയുന്ന, അതിനെ തകർത്ത് കളയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ അമലുകളെ സംരക്ഷിക്കുക എന്നതിലാണ് കാര്യം. അപ്പൊ കുറെ നന്മകൾ ചെയ്യുക എന്നല്ല, നന്മകൾ ചെയ്യുന്നതിൽ ആ നന്മകൾ പൊളിഞ്ഞു പോകുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്, അതുണ്ടാകാൻ പാടില്ല. ആ ചെയ്തു പോയുന്ന നന്മകളെ സംരക്ഷിച്ചു നിർത്താൻ കഴിയണം. അതിലാണ് കാര്യം.
അതേ കാര്യമുള്ളൂ എന്നതാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന നന്മകളെ ബാത്തിലാക്കി കളയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നന്മകളെ ബാത്തിലാക്കി കളയുന്ന പ്രവർത്തനങ്ങളെ തൊട്ട് നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ചെയ്തു പോകുന്ന നന്മകളെ ബാത്തിലാക്കി കളയുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകരുത് എന്നതാണ് പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ നമ്മുടെ നന്മകളെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ മുന്നിൽ സ്ഥലമുണ്ട് കേട്ടോ, ഇവിടെ സ്ഥലമുണ്ട്, ആളുകളൊന്ന് കയറിയിരുന്നാൽ ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടാവും. ഒഴിഞ്ഞ ഗ്യാപ്പുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിരിക്കാം. നന്മകളെ ബാത്തിലാക്കി കളയുന്ന പ്രവർത്തനങ്ങളെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അല്ലാഹു നിഷിദ്ധമാക്കിയ പ്രവർത്തനങ്ങൾ, ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഉയർന്നു നിൽക്കുന്ന പർവ്വതമായ തിഹാമ പർവ്വതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ലഅലമന്ന അഖ്വാമുൻ മിൻ ഉമ്മതി യഅ്തൂന യൗമൽ ഖിയാമ ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ. ആ കാണുന്ന ഉയർന്നു നിൽക്കുന്ന പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതക്കണക്കെ നന്മകളുമായി ഒരു വിഭാഗം ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് നാളെ പരലോകത്ത് വരും. ധാരാളം സൽക്കർമ്മങ്ങളുണ്ട് അവരുടെ കൂട്ടത്തിൽ, അവരുടെ കയ്യിൽ. എന്നിട്ടോ ആ നന്മകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ നന്മകൾ പ്രവർത്തിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹു റസൂൽ പറയുകയാണ്, ഫയജ്അലുല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ. ആ നന്മകളൊക്കെ നോക്കിക്കണ്ട് നിൽക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് ഇത് തന്നെ മതിയാകുമല്ലോ സ്വർഗം കിട്ടാൻ എന്ന് ആഗ്രഹിച്ചു പോകും ചിലപ്പോ, അല്ലേ? ആ നന്മകളൊക്കെ കാണുമ്പോൾ ഇത് തന്നെ മതിയാവല്ലോ അല്ലാ ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോ ആ നന്മകളെ മുഴുവനും ഹബാഅൻ മൻസൂറാ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളാക്കി പൊടിച്ച് അതിങ്ങനെ പറത്തി കളയുമെന്നാണ്. കൂട്ടിയിട്ട വെണ്ണീർ, ആ വെണ്ണീരിലേക്ക് ഒരു കാറ്റ് കടന്നാൽ അത് പറന്നു പോകുന്ന പോലെ, പൊടിപടലങ്ങൾ പറക്കുന്ന പോലെ ആ നന്മകളെ പൊടിച്ചു കളഞ്ഞ് പറത്തിക്കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സ്വഹാബികൾക്കിടയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഖാല സൗബാൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ദൂതരെ, സിഫ്ഹുൻ ലനാ ജല്ലിഹ് ലനാ അല്ലാ നകൂന മിൻഹും വനഅനു ലാ നഅലം. ആരാണ് റസൂലേ ആ ഹതഭാഗ്യവാന്മാരായ ആളുകൾ? അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും വർണ്ണിച്ചു തന്നാലും. എന്തിനു വേണ്ടിയാണ്? അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും. സഹാബികൾ നമ്മളെപ്പോലെയല്ല, അവർക്കത് അറിയണം. കാരണം ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച് പ്രവാചകന്റെ കൂടെ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച സഹാബത്ത് ധാരാളം പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറ്റുവാങ്ങിയത്, പ്രവാചകന്റെ കൂടെ കൂടിയതിനു ശേഷം, ദീൻ സ്വീകരിച്ച ശേഷം അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് അവിശ്വസിച്ചതിന്റെ പേരിൽ ധാരാളം പീഡനങ്ങൾ സഹിച്ച സഹാബത്ത് സ്വന്തം ശരീരം കൊണ്ടും അതുപോലെ തന്നെ കുടുംബത്തെ ഒഴിവാക്കിയും സമ്പത്ത് ഒഴിവാക്കിയും ദുനിയാവിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒഴിവാക്കിയത് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. ആ പ്രതിഫലം മുഴുവനും നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അതൊക്കെ കാണിച്ചു തന്ന് അതിനെ പൊടിച്ചു കളയുമ്പോ അതവർക്ക് വേദനയുള്ള കാര്യമാണ്. റബ്ബേ, അല്ലാഹു റസൂലേ, അത്തരം ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഞങ്ങൾക്ക് അറിയണം അവരുടെ സ്വഭാവം. ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും
എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ചോദിച്ചപ്പോൾ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അവർ ആരാണ്? അമാ ഇന്നഹും ഇഖ്വാനുകും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ്. വമിൻ ജിൽദതിഹിം വയഖുദൂന മിൻ ലൈലി കമാ യഖുദൂന വലാകിന്നഹും അഖ്വാമുൻ, അവരാരാണ്? നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കൂടെ നന്മകളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ സ്വപ്പിൽ അവരുണ്ട്. നിങ്ങൾ തോളോടൊരു തോൾ ചേർത്ത് നിങ്ങളുടെ കൂടെ സ്വപ്പ് കെട്ടി നമസ്കരിക്കുന്ന ആളുകൾ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ദഅവാ പ്രവർത്തനങ്ങളും, നന്മകളും ഹസനാത്തുകളും അവർ ചെയ്യുന്നവരാണ്. സകാത്ത് കൊടുത്തവർ, നോമ്പ് നോൽക്കുന്നവർ, ഹജ്ജ് ചെയ്തവർ, സദഖ നൽകിയവർ, മാതാപിതാക്കൾ അനുസരിച്ചവർ, തിന്മകൾ ആളുകളെ കാണുമ്പോൾ തിന്മകളൊന്നും ചെയ്യാത്ത ആളുകൾ, എല്ലാത്തരം നന്മകളിലും മുൻപന്തിയിലുള്ള ആളുകൾ. എന്നാൽ അവർ ചെയ്തത് എന്താണ്? ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഖുഹാ, അല്ലാഹു ഹറാമാക്കിയതിൽ അവർ ഒറ്റക്കാകുമ്പോൾ, ആരും കാണാത്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഹറാമുകൾ ചെയ്തു കൂട്ടുന്നവർ, ഹറാമുകൾ കണ്ടുകൂട്ടുന്നവർ, ഹറാമുകൾ പ്രവർത്തിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, ബേജാറാകേണ്ട കാര്യമാണ്, പേടിക്കേണ്ട കാര്യമാണ്. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരല്ലേ നമ്മൾ. അള്ളാഹുവിന്റെ അടുക്കൽ നാളെ കോടതിയിൽ വരുമ്പോൾ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ രഹസ്യ ജീവിതങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ രഹസ്യ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരുന്നുവെങ്കിൽ, ഹറാമുകളുണ്ട് എങ്കിൽ നമ്മുടെ നന്മകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. റൂമിലേക്ക് കയറി വാതിലുകളൊക്കെ കുറ്റിയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഓണാക്കി, നമ്മുടെ ലാപ്ടോപ്പുകൾ ഓണാക്കി, അതിലൂടെ ഇന്റർനെറ്റ് കണക്ഷനിലൂടെയൊക്കെ നമ്മൾ ഗൂഗിളിലൂടെ കയറി ഏതെല്ലാം സൈറ്റുകളിലൂടെ പ്രവേശിച്ച് തോന്നിവാസങ്ങൾ കാണുന്നവർ നന്മകൾ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ്, റബ്ബ് സ്വീകരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നന്മകൾ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. രഹസ്യവും പരസ്യമായ ജീവിതവും, പരസ്യ ജീവിതത്തെക്കാൾ സൂക്ഷ്മത പുലർത്തേണ്ടതാണ് രഹസ്യ ജീവിതം. അങ്ങനെ രഹസ്യ ജീവിതത്തെ സൂക്ഷ്മത പുലർത്തി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ നന്മകളെല്ലാം അല്ലാഹു സ്വീകരിക്കും. വിശ്വാസമുണ്ടായിരിക്കണം, ഇത്തിബാഉണ്ടായിരിക്കണം, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഹറാമുകൾ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നന്മകൾ നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു സ്വീകരിക്കും. ഇത് മാത്രമല്ല, ഇനിയും ധാരാളം കാര്യങ്ങൾ, നന്മകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നന്മകൾ റബ്ബ് സ്വീകരിക്കപ്പെടാതിരിക്കാൻ അല്ലാഹു റസൂൽ പഠിപ്പിച്ച അനേകം കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ഖുത്ബകളിലും വരും സന്ദർഭങ്ങളിലും നമുക്ക് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു പോയ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകൾ ചെയ്ത് നന്മകളെ നശിപ്പിച്ചു കളയുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നാളെ പരലോകത്ത് വരുമ്പോൾ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ ആ നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ മഹ്ശറയിൽ വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അർശിന്റെ തണലിൽ നീ പ്രത്യേകമായി നൽകുന്ന നിന്റെ റഹ്മത്തായ അർശിന്റെ തണലിൽ സുഖിക്കുമ്പോൾ ആ സുഖം ലഭിക്കുന്ന, ആ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ കടബാധ്യതകൾ കൊടുത്തു വീട്ടുവാനുള്ള മാർഗം നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രയാസങ്ങൾ, ഏത് തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും ഹറാമിന്റെ ഒരു ചെറിയ അംശം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ, അത്രയും സൂക്ഷ്മത കാണിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, അയൽവാസികൾ, നാട്ടുകാർ, ഇവരെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും ചെയ്തു പോയ പാപങ്ങൾ
നീ പുറത്തു തരണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകം ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, വേദനകൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും കഷ്ടതകൾക്കും വേദനകൾക്കും അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ മായ്ച്ചു കൊടുക്കണേ റഹ്മാനെ. പകരം സ്വർഗം നൽകണേ അല്ലാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمات والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.